നോക്കൂ മുഅ്മിനീങ്ങളെ, അന്യായം ചെയ്യുന്നത് എവിടെയാണ്? അന്യായങ്ങളിൽ ഏറ്റവും വലിയ അന്യായം ദീനിന്റെ അഹലുകാരോട് ചെയ്യുന്ന അന്യായമാണ്. ദീനിന്റെ പേരിൽ മുറവിളി കൂട്ടുന്നവരെ, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പേരിൽ മുറവിളി കൂട്ടുന്നവരെ, പണ്ഡിതന്മാരെയോ സയ്യിദന്മാരെയോ നിങ്ങളൊന്ന് വെറുതെ വിടൂ. നിങ്ങളെക്കാളും മെച്ചമാണ് അവരെ. അവരാരും ഗീബത്ത് പറയാൻ പോയില്ലല്ലോ. നിങ്ങൾ പറയുന്നത് പച്ച ഗീബത്താണ്, നമീമത്താണ്, ഖദ്ഫാണ്, ബുഹ്താനുൻ അദീമാൻ. ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞതല്ലേ നമ്മുടെ ദീൻ? അതല്ലേ പുണ്യനബി നമ്മളോട് പറഞ്ഞത്? മഹത്തുക്കളായ ആളുകൾക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും അവരുടെ ചെറിയ തെറ്റുകളോ കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ പോലും അൽ ഗള്ളു അൻഹും, അവരത് ആ വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടാതെ അള്ളാഹുലേക്ക് വിടുകയും അവരെ അപമാനിക്കുകയും ചെയ്യരുത് എന്ന് പഠിപ്പിച്ചതാണ് പരിശുദ്ധ ഇസ്ലാം. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസനാ, ചെയ്യുന്ന തെറ്റാണ് എന്നിട്ട് പറയും നല്ലതാണ്. എന്താ പ്രശ്നം? പരസ്യമായി പറഞ്ഞാൽ എന്താ കുഴപ്പം? സയ്യിദന്മാരെയും ആലിമീങ്ങളെയും പരസ്യമായി കുറ്റം പറഞ്ഞാൽ അതല്ലേ ചെയ്യേണ്ടത്? അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുന്ന മറുപടിയാണത്. ഫറആഹു ഹസനാ, ചെയ്യുന്ന തെറ്റ് നന്മയായി കാണുന്നവർ എത്ര വലിയ പാപികളാണ്. ചെയ്യുന്നതോ തെറ്റ്, അത് തെറ്റാണെന്ന് ഉണർത്തി കൊടുക്കുമ്പോൾ ഇബ്ലീസ് തലയിൽ കയറിയിട്ട് പറ്റുന്നില്ല. ഇതൊക്കെ ഖവാരിജുകളുടെ കാലം, അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യക്കാർ ഉണ്ടായത്. നമ്മൾ വിചാരിച്ചു സ്വഹാബത്തിന്റെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായോ എന്നാ. പിന്നെ 21-ാം നൂറ്റാണ്ടിനെ കുറിച്ച് എന്ത് പറയാനാ? സ്വഹാബത്തിന്റെ കാലങ്ങളിൽ, താബിഈങ്ങളുടെ കാലങ്ങളിൽ ഇതുപോലുള്ള വിപത്തുകൾ ഈ ഉമ്മത്തിന് കാണേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ.